അവരിലൊരു അപകടകരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടോ? അവർ ഒന്നും സംസാരിക്കില്ല, പക്ഷെ റൂമിൽ എല്ലാവരും അവരെ നോട്ടീസ് ചെയ്യും. അതാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഓറ. ഭരണി നക്ഷത്രക്കാർ സാധാരണ കാമായിട്ട് തോന്നും, നല്ല സ്റ്റൈലായിട്ടും തോന്നും, കോൺഫിഡൻ്റ് ആയിരിക്കും, ചാമിങ് ആയിരിക്കും. പക്ഷേ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ നടക്കും. ഇവർ ഒരാളെ സ്നേഹിച്ചാൽ മുഴുവൻ മനസ്സോടെ സ്നേഹിക്കും, പക്ഷേ വേദനിപ്പിച്ചാലോ ഒരിക്കലും പഴയ ആളാകുകയുമില്ല. ഭരണി നക്ഷത്രക്കാർക്ക് ലൈഫ് സിമ്പിളായി ജീവിക്കാൻ പറ്റില്ല. എക്സ്ട്രീം ഇമോഷൻസ്, അതായത് സങ്കടമാണെങ്കിൽ എക്സ്ട്രീം ആയിരിക്കും, പ്രണയമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും, ദേഷ്യമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും, ഇൻറ്റൻസ് ആണെങ്കിലും അതിൻ്റെയും എക്സ്ട്രീം തന്നെ ആയിരിക്കും. അതായത് കാമരസമൊക്കെ കുറച്ച് നല്ല കൂടുതലായിരിക്കും ഇവർക്ക്. അതെന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് അറ്റൻഷൻ ഇഷ്ടമാണ്, പക്ഷെ അത് ഓപ്പൺലി പറയില്ല. അവർക്ക് വാലിഡേഷൻ വേണം, റെസ്പെക്റ്റ് വേണം, പവർ വേണം. പക്ഷേ എൻ്റെ വീക്ക്നെസ് ആരും കാണരുത് എന്ന് ഭരണി നക്ഷത്രക്കാർക്ക് നന്നായിട്ടുണ്ട്. അവരതും കൊണ്ട് അത് പറയൂല. ഇവർ പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും, ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന്. പക്ഷേ ഇവർ രാത്രി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയും കൊണ്ടേയിരിക്കും. എനിക്ക് ആരുമില്ല, എനിക്ക് സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ആലോചിക്കും. ഭരണി നക്ഷത്രക്കാരുടെ ഡേഞ്ചറസ് സൈഡ് എന്താണെന്ന് അറിയുമോ? സൈലൻസ്, അതായത് മൗനം. ഇവർ ദേഷ്യപ്പെട്ടാൽ എപ്പോഴും ഷൗട്ട് ചെയ്യില്ല. ചിലപ്പോൾ സൈലൻസ് ഉപയോഗിച്ച് നമ്മളെ പണിഷ് ചെയ്യും. മൗനത്തിലൂടെ ഇവർ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും, നമ്മളായിട്ട് ഒഴിഞ്ഞു പോകാനും ശ്രമിക്കും, നമ്മളായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടാക്കാനും ശ്രമിക്കും. അതുപോലെ തണുപ്പായിട്ട് തന്നെ മാറും. ഇവർക്ക് വഞ്ചന ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരാളുടെ വിശ്വാസം, ഒരാളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താൽ മുഖത്ത് ചിരി ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ പ്രതികാരം തീർക്കണം എന്നുള്ള ഒരു വിചാരമേ അത്രേ ഉണ്ടാവുകയുള്ളൂ. മെയ് മാസം ഭരണി നക്ഷത്രക്കാർക്ക് വലിയ ഈസി ആയിരിക്കില്ല. ഇമോഷണലി നല്ല പ്രഷർ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ വീണ്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. പണത്തിൻ്റെ പ്രശ്നം, കരിയറിലെ ഫ്രസ്ട്രേഷൻ, അതുപോലെ ഒറ്റപ്പെടലിൻ്റെ വേദന. പുറത്ത് നോർമൽ പോലെ നിങ്ങൾ നടക്കുമെങ്കിലും ഉള്ളിൽ പലരും മെൻ്റലി ടയേർഡായിരുന്നു. വയ്യ അവർക്ക് മാനസികമായിട്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഓടിപ്പോകണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് പഴയ ഒരാളെ വീണ്ടും ഓർമ്മ വന്നിരിക്കാം, ചിലർക്ക് എന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്ന ഫീലിങ്സ് വന്നിരിക്കാം. പക്ഷേ ജൂൺ മാസം ഭരണി നക്ഷത്രക്കാർ ഡേഞ്ചറസ് ലെവൽ കോൺഫിഡൻ്റ് ആകാം. അത് അപകടകരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. കരിയർ സൈഡിൽ റെക്കഗ്നിഷൻ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടും, പുതിയ ഒരു കണക്ഷൻ കിട്ടും, ബന്ധങ്ങൾ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ആവും. പക്ഷേ ഈഗോ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബോസായിട്ട് നിങ്ങൾ അടി കൂടും. വർക്ക് പ്ലേസിൽ പൊളിറ്റിക്സ് ഉണ്ടാവും. പെട്ടെന്ന് ഓരോരോ സഡൻ മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കും. റിലേഷൻഷിപ്പ് ആണ് മോസ്റ്റ് ഇൻറ്റൻസ് ആയിട്ടുള്ളത്. പൊസസീവ്നെസ് നന്നായിട്ട് തന്നെ കൂടും, ജലസി നന്നായിട്ട് തന്നെ കൂടും. അതുപോലെ പെട്ടെന്നൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാകും. ഒരു ചെറിയ റീപ്ലൈ ഡിലേ പോലും നിങ്ങളുടെ മനസ്സ് ഉടയ്ക്കും. സിംഗിൾ ആയവർക്ക് സഡൻ അട്രാക്ഷൻ വരാം, കമ്മിറ്റഡ് ആയവർക്ക് ഈഗോ എന്തായാലും അടികൂടും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൈസ വരും കേട്ടോ, പക്ഷെ അത് സ്റ്റേ ചെയ്യുമോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ലക്ഷറി ഐറ്റംസ് ചിലപ്പോൾ വാങ്ങി എന്ന് വരും, ഷോ ഓഫ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയെന്നും വരും. റിസ്കി ആയിട്ടുള്ള ഡിസിഷനും എന്തായാലും എടുക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഹിഡൻ മൈൻഡ് സെറ്റ് ഉണ്ട്. എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ റിഗ്രറ്റ് ചെയ്യണം, അതായത് എന്നെ മനസ്സിലാക്കാത്തവർ പശ്ചാത്താപിക്കണം എന്നൊരു വിചാരം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ഡേഞ്ചർ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യും. ഭരണ നക്ഷത്രക്കാർ സ്നേഹിച്ചാൽ അവർ ജീവിതം തന്നെ മാറ്റിമറിക്കും. പക്ഷെ വേദനിപ്പിച്ചാൽ അവരുടെ സൈലൻസ് പോലും നമുക്ക് ഡേഞ്ചർ ആകും. പുറത്ത് സൗന്ദര്യം, ഉള്ളിൽ തീ, അതാണ് ഭരണി നക്ഷത്രം.